ശ്രീ NMB എഴ്സൺ മരിക്കും വരെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചിതമായി തന്നെ സൈബർ ഇടങ്ങളിലെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു സുധാകരൻ. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? മാത്രമല്ല മറ്റു പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ CPM സംഘടിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സെമിനാറുകൾ അടക്കമുള്ളവയിലൊക്കെ മറ്റു പാർട്ടിക്കാരുമൊക്കെ പലയിടത്തും ജില്ലാതലത്തിലും ഒക്കെ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ സുധാകരൻ ഇങ്ങനെ കടത്തിപ്പറയേണ്ടി വന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ കാണുന്നത് ഈ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സുധാകരന്റെ കേസിൽ മാത്രമല്ല, മറ്റ് പലരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അതായത് ഒരു പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു വിഷയത്തെക്കുറിച്ചും അഭിപ്രായ പ്രകടനം നടത്താൻ അവകാശമില്ല എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് സൈബർ ആക്രമണം മുഴുവൻ നടക്കുന്നത്. സുധാകരൻ KPCC-യുടെ വേദിയിൽ പങ്കെടുത്തു, സംസാരിച്ചു. അതിലൊരു തകരാറുമില്ല. KPCC-യുടെ വേദിയിൽ മാത്രമല്ല, എവിടെയും പോയി പങ്കെടുക്കുകയും തനിക്കും തന്റെ പാർട്ടിക്കും യോജിച്ച അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അവകാശവും സുധാകരനുണ്ട് എന്നുള്ളത് സൈബർ സഹാക്കൾ, ആ സൈബർ സഹാക്കളെ നയിക്കുന്നതായിട്ടുള്ള CPM നേതൃത്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതവർ മനസ്സിലാക്കാതെ ബോധപൂർവം തന്നെ ഈ സൈബർ ടീമിനെ പറഞ്ഞയച്ച് ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. മുഖമില്ലാത്ത രൂപങ്ങളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പലയിടത്തും യഥാർത്ഥ പേരൊന്നുമല്ല, പല പേരിൽ വന്ന് എതിരാളികളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒടുവിൽ ഇത് പാർട്ടിക്കുള്ളിലുള്ളവരെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണോ? പാർട്ടിക്ക് അങ്ങനെ സൈബർ പോരാളികളൊന്നുമില്ല, പാർട്ടി അംഗങ്ങളാണ് പോരാളികൾ എന്നുകൂടി സുധാകരന് പറയേണ്ടി വരുന്നു. ഒരു നിയന്ത്രണം അനിവാര്യമായി വരികയല്ലേ അത് ഏത് പാർട്ടിയാണെങ്കിലും ഈ സൈബർ പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന മുഖമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ? മുഖമില്ലാത്ത ആളുകൾ എന്ന് നമ്മൾ നേരത്തെയൊക്കെ പണ്ട് വിശേഷിപ്പിച്ചിരുന്നത് ശിഖണ്ഡികൾ എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നിർത്തി പോരാട്ടം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്കകത്തുള്ള പലരും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. സുധാകരനെതിരായിട്ട് അഭിപ്രായങ്ങൾ വരണം, അദ്ദേഹത്തെ ആക്രമിക്കണം എന്ന് വിചാരിക്കുന്ന നേതാക്കൾ CPM-നകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നത്. അപ്പൊ അവര് പോയി ആക്രമിക്കുമ്പോൾ അത് ആരാണ് എന്ന് വ്യക്തമാക്കപ്പെടാത്തതിന്റെ ഫലമായിട്ട് മുഖമില്ലാത്ത ഈ പോരാളികൾ പോയിട്ട് യുദ്ധം ചെയ്യുന്നു. അത് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇപ്പൊ നേതൃത്വം ശക്തമായിട്ടുള്ള നിലപാടെടുത്താൽ ഈ സൈബർ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ ഇതിൽ നിന്ന് പിൻവാങ്ങും. പക്ഷെ നേതൃത്വം മൗനം അവലംബിച്ചുകൊണ്ട് ഇത്തരത്തിൽ സുധാകരനെ പോലെയുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ടിയുടെ മോശമായിട്ടുള്ള ഒരു രീതി തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിൽ മടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സുധാകരൻ ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം നടത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, ഒരുപക്ഷെ അങ്ങനെയുമാകാം. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതിന്റെ പരമാവധി പരിധിയിലേക്ക് എത്തി അദ്ദേഹം ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് ചിലരുടെയൊക്കെ പിന്തുണ ഉണ്ടാകാം എന്ന നിരീക്ഷണമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. ബഹുമാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾക്കെതിരെ അതേ പാർട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നേതൃത്വം സ്വാഭാവികമായും പരസ്യമായ പ്രതികരണത്തിനും മറ്റ് ഇടപെടലുകൾക്കും തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ NMPS ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.